അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈസി ഇസ്ലാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് മണലടി ജംഗ്ഷനിൽ നിന്നും ബസ് യാത്ര തുടർന്ന കാലഘട്ടം എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന സഹയാത്രികനുമായി ആശയം വിനിമയം പങ്കിട്ടു. ആ ആശയവിനിമയം പിന്നീട് മതത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ അട്ടപ്പാടി ചുരത്തിൽ എത്തിയപ്പോൾ ആ ചുരത്തിൻ്റെ വളവിലുള്ള ചുമരെഴുത്ത് ശ്രദ്ധയിൽപ്പെട്ടു. ആ ചുമരെഴുത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ ഷംസുൽ ഉലമ നഗറിലേക്ക് സ്വാഗതം. അദ്ദേഹം വലിയ വിജ്ഞാനിയും സംസാരത്തിൽ തന്നെ മലയാള ഭാഷ വളരെ കുറച്ചും ഇംഗ്ലീഷ് ഭാഷയായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. എനിക്ക് വേണ്ടിയാണ് അയാൾ പരമാവധി മലയാളം സംസാരിച്ചത്. അങ്ങനെ അയാൾ ചോദിച്ചു, ആരാണ് ഈ ഷംസുൽ ഉലമ? ആരാണ് ഇയാൾക്ക് ഈ പേര് നൽകപ്പെട്ടത്? പ്രവാചകനായ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടത്തിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള പേരുകൾ നൽകപ്പെട്ടു? ഇനി പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കാലശേഷം ഇയാൾക്ക് നാം 99 മാർക്ക് കൊടുത്തു എന്ന് തന്നെ വെക്കുക. നാളെ ലോകാവസാനത്തിനകത്ത് 100 മാർക്കുമായി ഒരാൾ വന്നാൽ ലോകത്തിൻ്റെ മൊത്തം വിജ്ഞാനം അല്ലെങ്കിൽ വെളിച്ചം നൽകുന്ന അറിവാളി അഥവാ ഷംസുൽ ഉലമ, ലോകത്തിൻ്റെ മൊത്തം സൂര്യൻ എന്ന പേര് നാം നൽകപ്പെട്ടാൽ ഇനി ഏത് പേരെടുത്ത് കൊടുക്കും? ഇത്തരം ചോദ്യങ്ങൾ തന്നെ അന്ന് വരെ ഞാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ആ സത്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയും ഇത് യാഥാർത്ഥ്യമല്ല എന്ന നിലയിലേക്ക് എത്തുകയുമുണ്ടായി. 15-16 ദിവസത്തെ എൻ്റെ ചിന്തയിലൂടെ ഞാൻ ലോകത്തെ ഏറ്റവും വലിയ ആ മഹാസൂര്യനെ, പിന്നീട് മലബാറിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മതപണ്ഡിതൻ, എല്ലാവിധ കഴിവുകളുമുള്ള, ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന, കോടതിയിൽ കയറി സംസാരിക്കാൻ കഴിയുന്ന, സുറിയാനി ഭാഷ അറിയുന്ന, മറ്റു ഭാഷകൾ അറിയുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായി ഞാൻ കൊണ്ടുവന്നു. മലബാറിലെ ഏറ്റവും വലിയ മതപുരോഹിതൻ, മതനേതാവാക്കി കൊണ്ടുവന്നു. സുന്നികളുടെ ആ കൊണ്ടുവരാനുള്ള കാരണം അദ്ദേഹം അൽ അസർ യൂണിവേഴ്സിറ്റി ഈജിപ്ത്, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സർവകലാശാല എന്ന് പറയാം. രണ്ടാമത് സൗദിയിലുള്ള മക്ക മദീന യൂണിവേഴ്സിറ്റി, അതിനുശേഷം ഇന്തോനേഷ്യയിലെ യൂണിവേഴ്സിറ്റി. ഇതൊക്കെയാണ് ലോകത്തിലെ ഇസ്ലാമിക പണ്ഡിതന്മാർക്കുള്ള ഏറ്റവും വലിയ പഠനശാല. അവിടെ നിന്നും ബിരുദമുണ്ടോ എന്ന് നോക്കി, എടുത്തിട്ടില്ല. പിന്നീട് മതസംഘടനാ നേതൃത്വമായ സമസ്തകൾ അവർ തന്നെ ഇരുന്നു കൊണ്ട് മതനേതാക്കളെ പരസ്പരം പേരെടുത്തുകൊണ്ട് അവർ പിന്നീട് ഷംസുൽ ഉലമ, നൂറുൽ ഉലമ, താജുൽ ഉലമ, കമറുൽ ഉലമ, പിന്നീട് സുൽത്താനുൽ ഉലമ, അങ്ങനെ വൈവിധ്യങ്ങളായ സ്വയം വാഴ്ത്തൽ പണ്ഡിതന്മാരുടെ പേരുകൾ നൽകപ്പെട്ടു. ഒരുപക്ഷെ ശാസ്ത്രലോകത്തിൻ്റെ മറ്റ് ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒന്നും ഇവർക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ആ പേരുകൾ എടുത്തില്ല എന്ന് മാത്രം. അങ്ങനെ സ്വയം വാഴ്ത്തപ്പെടുന്ന മുസ്ലിം സമൂഹത്തുമായോ ഇസ്ലാമുമായോ യാതൊരു ബന്ധവുമില്ലാത്ത
അള്ളാഹുവിനെ വിളിക്കുന്നതോടൊപ്പം തന്നെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകളെ വിളിച്ചതിന് ശേഷം അള്ളാഹുവിനെ വിളിക്കുന്ന മക്ക മുശ്രിക്കുകൾക്ക് സമമായ സുന്നികളായ മതനേതാക്കൾ. അവർ സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. അവർ എന്തൊക്കെയാണ് നുണകൾ പറയുന്നത് അതെല്ലാം സത്യമാണെന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ യുവശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മേഖലയിലുള്ള എല്ലാവരും അംഗീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. ചിന്തിക്കുക പുതിയ സമൂഹമേ, പുതിയ യുഗമേ, പുതിയ ജനറേഷനെ, ഇത്തരം വിഡിവേഷങ്ങളെ നാം ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന്. അള്ളാഹു ശരിയായ വിവേകവും വിജ്ഞാനവും മതബോധവുമുള്ള യഥാർത്ഥ മുസ്ലിങ്ങളിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ്.